പ്രേക്ഷകർക്ക് നമസ്കാരം. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രഖ്യാപനം നിങ്ങൾ കേട്ടോ? ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ രീതിയിൽ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ളൊരു വളർച്ചയിലേക്ക് വരുന്നു. വലിയ വളർച്ചയാണ് BJPക്ക് ഉണ്ടാവുന്നത് എന്ന് CPI തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്, അതിനി എത്രത്തോളം വളരുമെന്നുള്ളതൊക്കെ തെളിവ് സഹിതമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ മാപ്രകളുടെ ഒരു കുത്തിത്തീർപ്പുണ്ട്, അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങളത് കേട്ടു നോക്കൂ. BJPക്കുള്ളിൽ വലിയ ചെലവ്, കൂടുതൽ ചെലവാണെന്നുള്ളൊരു ആക്ഷേപം നിങ്ങൾ കേട്ടില്ലേ? BJPയിൽ ചിലവ് കൂടുന്നുണ്ടോ എന്ന് 24 ആണോ റിപ്പോർട്ടറാണോ എന്ന് അറിയില്ല, ഇതിലേതെങ്കിലും ഒരു മാപ്രയാണ് ചോദിച്ചിട്ടുള്ളത്. ചിലവ് കൂടുന്നല്ലോ എന്ന് അതിന് നല്ല ഒന്നാന്തരം മറുപടിയും അങ്ങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കോ, മാപ്രകൾ എന്തിനാണ് ഇവിടെ പണിയെടുക്കുന്നത്? പരമാവധി BJPക്കെതിരെ മോദി വിരുദ്ധത മാത്രല്ലേ അവരുടെ ലക്ഷ്യം. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം മറ്റേതെങ്കിലും പാർട്ടിയോട് ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ കേരളം ഭരിക്കുന്നതാരാ? ഇടതുപക്ഷം. അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചിലവിനെ കുറിച്ച് പിണറായി വിജയനോടോ സംസ്ഥാന സെക്രട്ടറിയോടൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്നത് ആരാ? കോൺഗ്രസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് VD സതീശനോടോ സംസ്ഥാന കോൺഗ്രസിന്റെ പ്രസിഡന്റിനോടോ ഇതുപോലെ പോയി ചോദിക്കാറുണ്ടോ ചിലവ് കൂടുന്നുണ്ടല്ലോ എന്ന്? ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണോ? അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പാണക്കാട് പോയിട്ട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ചെലവാത്തിക്കാണല്ലോ, ആരെങ്കിലും ചോദിക്കൂ? പിന്നെ എന്താണ് ഇവരുടെ ലക്ഷ്യം? ലക്ഷ്യം വളരെ വ്യക്ത. BJP പ്രവർത്തകർക്കിടയിൽ തന്നെ ഇതൊക്കെ വലിയ ചർച്ചയാക്കാൻ, അല്ലാതെ എന്ത് BJPക്കാർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞ് പുച്ഛിച്ചാളോ? ഇവിടെ കേരളം ഭരിക്കുന്നവര്, അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകച്ചവടം നടത്തുന്ന പ്രതിപക്ഷം, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കുക ഇവിടെയുള്ള സർക്കാർ, കേരള സർക്കാർ സംവിധാനങ്ങൾ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, സാധാരണക്കാരന്റെ പണം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം മാധ്യമങ്ങൾ കേരള സർക്കാരിനോട് ചോദിക്കട്ടെ. അല്ലാതെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചിലവൊക്കെ ചോദിക്കുന്നതിന്റെ ലക്ഷ്യമൊക്കെ ബോധമുള്ള എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. നിങ്ങളുടെ ഒന്നും കുത്തിത്തിരിപ്പൊന്നും ഏറെക്കുറെ ജനങ്ങളൊന്നും ഒരു തരത്തിൽ ഇപ്പോ അംഗീകരിക്കുന്ന പോലില്ല. പുച്ഛിച്ച് തള്ളൽ തുടങ്ങി. സാധാരണക്കാരെ ഓൺലൈൻ ചാനലുകളെ വളരെ വലിയ രീതിയിൽ ആശ്രയിച്ച് യാഥാർത്ഥ്യങ്ങൾ നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇമ്മാതിരിയുള്ള മാപ്രകളുടെ ഊളത്തരത്തേക്ക് സകല ആളുകളും പുച്ഛിച്ച് തള്ളുക. ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് തന്നെയാണ് സകല ആളുകളും ചോദിക്കേണ്ടത്. ഈ CPIയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു സകല മാധ്യമങ്ങളിലും. BJPയുടെ വളർച്ച കണക്ക് കൂട്ടലിനും അപ്പുറമെന്ന് CPI രാഷ്ട്രീയ പ്രമേയം. BJPക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യം. അതായത് കണക്കുകൂട്ടലുകൾക്കും അപ്പുറം BJP വളരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം CPIയുടെ സംസ്ഥാന സമ്മേളനം പോലും അംഗീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം ഒരുപാട് മുമ്പേ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്തുകൊണ്ട് വളരുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്കതിന് 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. ഇപ്പൊ ലേറ്റസ്റ്റ് വിഷയം തന്നെ എടുക്കാം. ഇപ്പോ ഇസ്രായേൽ ഖത്തറിലേക്കൊക്കെ ആക്രമിച്ചൊരു സമയമാണല്ലോ. ഇവിടെ ഇസ്രായേൽ ഹമാസ് ഈ ഒരു യുദ്ധമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഇടതുപക്ഷാർക്കൊപ്പം ഹമാസ് എന്ന ഭീകര സംഘടനക്കൊപ്പം, ഇവിടെയുള്ള കോൺഗ്രസ്സാർക്കൊപ്പം ഹമാസ് എന്ന ഭീകര സംഘടനക്കൊപ്പം, മുസ്ലിം ലീഗുകാർക്കൊപ്പം, അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതും അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി നടത്തി. ഇതൊക്കെ ജനം ഇങ്ങനെ കാണുകയല്ലേ? ഇതെന്ത് നെറികെട്ട നിലപാടാണ്? പച്ചവർഗീയവാദികളെ അല്ലേ യഥാർത്ഥത്തിൽ പിന്തുണക്കുന്നത്? മനുഷ്യത്വം എന്നാണ് ഇവർ ഒരു ഉളുപ്പില്ലാതെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ആളുകൾ ഇസ്രായേലിലും പാലസ്തീനിലെയും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത് എന്നും ഹമാസ് എന്ന ഭീകര സംഘടന ലോകത്ത് നിന്ന് ഇല്ലാതാവണമെന്നും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വമൊക്കെ പറയുന്ന ആളുകൾ. ലോക സമാധാനത്തിന് വേണ്ടി ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവണം.
ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾ. ഇവരുടെ മനുഷ്യത്വം എങ്ങനെയാ? ഹമാസ് എന്ന ഭീകര സംഘടനയോട് മാത്രം. പലസ്തീൻ എന്തു തന്നെ സംഭവിച്ചാലും ഹമാസിനൊപ്പം എന്നൊക്കെ പറഞ്ഞതാരാ? ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയാം. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഉത്തർപ്രദേശിലൊക്കെ ഈ ഹമാസിനെയും പിന്തുണച്ച് ആരെങ്കിലും റാലി നടത്തുവോ? ഈ പലസ്തീനെയും പിന്തുണച്ച് ആ റാലി നടത്തണമെങ്കിൽ തന്നെ എത്ര വലിയ അനുമതികൾ വാങ്ങണം? അങ്ങനെ കോടതി അനുവദിച്ചാലേ റാലി നടക്കൂ. അത്രത്തോളം ശക്തമായിട്ടാണ് ഈ ഉത്തർപ്രദേശിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ, യോഗി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കല്ലേ? അതേപോലെയുള്ള സംവിധാനം കേരളത്തിൽ വരണമെന്ന് ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മഠായിപ്പാറയിൽ പോലും ഒരു അനുവാദം പോലും വാങ്ങാതെ സ്ത്രീകൾ രംഗത്തെത്തി പലസ്തീന് വേണ്ടി പ്രകടനം വിളിക്കുക. അതും ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘടനയുടെ അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ. ബംഗ്ലാദേശിൽ എന്താ നടന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമിയല്ലേ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ നെറുകേട് നടന്നു? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ തന്നെ ഓടിച്ചില്ലേ? ജമാഅത്തെ ഇസ്ലാമി മറ്റു രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്തുകൊണ്ട് പതുങ്ങുന്നു? നരേന്ദ്രമോദി സർക്കാരിന് ഭയമുള്ളത് കൊണ്ട്. ഇതൊക്കെ മലയാളികളിൽ ബോധമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഓരോ ദിനം മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വളരുന്നുണ്ട്. മാത്രമല്ല, ഈ അടുത്തുള്ള സൂംബ ഡാൻസ് വിഷയം ആർക്കൊപ്പ? ഇവിടെയുള്ള ഈ കോൺഗ്രസും അതേപോലെ തന്നെ ഇടതുപക്ഷവും. അതായത് പൊതുവിദ്യാലയത്തിലെ വിഷയങ്ങളിലേക്ക് പോലും മതം കലർത്തിയ ഡാൻസ് പോലും പാടില്ല. ഏത് കുട്ടികളുടെ അവകാശമല്ലേ ഡാൻസ്, പാട്ട് എന്നൊക്കെ പറയുന്നത്? അതിനെ പോലും എതിർക്കുക, അതിന് പിന്തുണയ്ക്കുക ഇടതുപക്ഷവും കോൺഗ്രസ് ഇവരൊക്കെ ആയിട്ട് ചർച്ചയൊക്കെ നടത്തി. എന്ത് ഈ ഇത്തരം ആളുകൾക്ക് പൊതുവിദ്യാലയങ്ങളുടെ വിദ്യാഭ്യാസ നയത്തിലൊക്കെ എന്തിനിടപെടുക? ഇത് മാത്രമാണോ? സ്കൂൾ സമയമാറ്റത്തിലും ഇടപെട്ടത് നമ്മളൊക്കെ തന്നെ കണ്ടതല്ലേ? ഇതൊക്കെ അനുകൂലിക്കല്ലേ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ? ഓരോ ആളുകളും ചിന്തിക്കണം. അതേ സമയത്ത് ശബരിമലയുടെ സ്ത്രീ പ്രവേശനമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ പുരോഗമനവും. അപ്പൊ ഒരു വിശ്വാസം, അതായത് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് തോന്നിയതുപോലെ ചെയ്ത് പ്രഖ്യാപനങ്ങൾ. മറ്റൊരു ഭാഗത്ത് പൊതുവിദ്യാലയങ്ങളുടെ വിഷയത്തിൽ പോലും ഇങ്ങോട്ടേക്ക് വന്ന് കയറിയിട്ട് പറ്റൂല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുക. ഇതൊക്കെ കേരളത്തിലെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയാ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ രീതിയിൽ വളരുന്നത്. അതിനിയും തുടരുക തന്നെ ചെയ്യും. ഇതിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇടതുപക്ഷത്തോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ എതിർത്തേ പറ്റോ. അതേപോലെ തന്നെ പലസ്തീൻ പ്രകടനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ നടത്തുന്നതൊക്കെ ഒന്ന് നിർത്തിക്കി. ഇതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ഒരാൾക്ക് പോലും ഒരു പലസ്തീൻ കൊടി പതാക അല്ലെങ്കിൽ അത് മാത്രം പൊക്കിപ്പിടിച്ച് നടക്കാൻ സാധിക്കൂല. ഇതൊക്കെ വലിയ യാഥാർത്ഥ്യങ്ങളാ. രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സമാധാന അന്തരീക്ഷമുണ്ട്. ഒരു ഹമാസ് പ്രകടനവും നടക്കൂല. ഇവിടെ അതാണ് അവസ്ഥ. ഇവിടെ ഓരോ സുപ്രഭാതത്തിലും ഓരോ ആളുകൾ രംഗത്തെത്തുക. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കളത്തിൽ എഴുതി വെച്ച് എന്തായിരുന്നു? ഇവിടെ എവിടെ പോയി ഇടതുപക്ഷം? എവിടെ പോയി കോൺഗ്രസ്? അതിൽ സുരേഷ് ഗോപിയാ പറന്നെത്തിയത്. ആയിരങ്ങളെ സാക്ഷി നിർത്തി വീണ്ടും സിന്ദൂരം ചാർത്തി. അതൊക്കെ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകളുടെ ഇടനെഞ്ചുകൊണ്ട് അത് ഏറ്റെടുത്തിട്ടുള്ളത്, ഹൃദയത്തിലേക്കാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് ആരാണ്? അവർക്കൊപ്പമാണ് കേരള ജനത വരും കാലങ്ങളിൽ നിലകൊള്ളുക. ഓപ്പറേഷൻ സിന്ദൂരിനെ പോലും തള്ളിയിട്ട് ഫ്രീ പലസ്തീൻ എന്ന് എഴുതിയ പൂക്കളത്തെ അനുകൂലിക്കാതിനെതിരെ ഒരു കേസുമില്ല. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിപ്പോ എങ്കിലും CPI അംഗീകരിച്ചല്ലോ. വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ സകല ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളത്.